ഹായ് ഹലോ, ഇന്ന് നല്ലൊരു അടിപൊളി ഓണം സ്പെഷ്യലായിട്ടുള്ള പുളിഞ്ചിയുടെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എളുപ്പത്തിൽ തന്നെ ഈ ഒരു പുളിഞ്ചി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇതിനായിട്ട് ഒരു 2 നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് പഴകിയ കറുത്ത പുളിയാണ് നമുക്കിതിന് വേണ്ടത്. പക്ഷേ ഇതത്ര പഴകിയതൊന്നല്ല, അതാണ് ഏറ്റവും നല്ലത് പുളിഞ്ചി ഉണ്ടാക്കാനായിട്ട്. നമ്മുടെ ഈ ഒരു പുളി ചൂടുവെള്ളത്തിൽ അങ്ങനെ കുറച്ച് നേരം കിടക്കട്ടെ. അപ്പോൾ നന്നായിട്ട് തന്നെ പുളിയൊക്കെ ഒന്ന് അലിഞ്ഞ് വരാനുണ്ട്. ഇപ്പോൾ പുളി കുറേയൊക്കെ ഒന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു വലിയ ഇഞ്ചി കഷ്ണമാണ്. ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇഞ്ചി. അതുപോലെ 2 അല്ലി വെളുത്തുള്ളി, കറിവേപ്പില, ചെറിയുള്ളി വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഒന്നും ഇഷ്ടമുണ്ടാവില്ല. ഒരു ചെറിയ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഇനി നമ്മുടെ ഈ ഒരു പുളിഞ്ചി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം 1 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായത് കൊണ്ട് തന്നെ കടുക് നന്നായിട്ട് തന്നെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഈ കടുകെല്ലാം നന്നായി പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇതാ ഒരു വലിയ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതാണിത്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് എരിവൊന്നും ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ പച്ചമുളക് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ വളരെ കുറച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ചെറിയുള്ളി ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ചെറിയുള്ളിയുടെ ടേസ്റ്റ് ചിലർക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല, അതുകൊണ്ട് തന്നെ ചെറിയുള്ളി വേണമെന്നില്ല. അതുപോലെ ഇനി നമ്മുടെ ഒരു കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില അധികമൊന്നും വേണ്ട, അതാ ഒരു തണ്ട് കറിവേപ്പില, 2 അല്ലി വെളുത്തുള്ളി കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയും ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നമ്മുടെ ഈ ഒരു പുളിഞ്ചിക്ക് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കേണ്ട ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. ഇതിലേക്ക് ലേശം വെളിച്ചെണ്ണ കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വാടിക്കിട്ടാനുള്ള വെളിച്ചെണ്ണ. അതാ നന്നായിട്ട് തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. ഇനി നമ്മുടെ ഈ ഒരു പുളിയിലെ കുരുവെല്ലാം കളഞ്ഞ് ഒഴിവാക്കിയിട്ടുണ്ട്. നല്ല കട്ടിയിൽ തന്നെ പുളിവെള്ളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ വലിയ കറുത്ത കളറൊന്നും ഇല്ലാത്ത പുളിയായതുകൊണ്ട് തന്നെ ഒരു ലൈറ്റ് യെല്ലോ കളറായിട്ടുള്ള പുളിയായിട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല കറുത്ത കളർ ആണെങ്കിൽ ഈ പുളിഞ്ചിക്ക് ഒന്നുകൂടി നല്ലതാണ്. ഇനി ഇതിലേക്ക് ലേശം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു പിഞ്ചളവിൽ കേട്ടോ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതുകൂടി ഇതിലേക്ക് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ലേശം കായപ്പൊടി കൂടി ആവശ്യമാണ്. അപ്പോൾ അതിലേക്ക് ഒരു പിഞ്ചളവിൽ കായപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാലകളെല്ലാം നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തീ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ശർക്കര ചതച്ചെടുത്തതാണ്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലിട്ടിട്ടോ തുണിയിലിട്ടിട്ടോ ഒന്ന് കുത്തി കൊടുക്കാം. നമ്മുടെ ശർക്കര നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടും. ശർക്കര ഒരു കാരണവശാലും വെള്ളത്തിൽ ഉരുക്കിയെടുക്കരുത്. അപ്പോൾ നമ്മുടെ ഒരു ബാറ്റർ നന്നായിട്ട് തന്നെ ലൂസായി പോവും. അതുകൊണ്ട് തന്നെ കുറഞ്ഞ ഇതിൽ പൊടിച്ചെടുക്കുകയാണ് നല്ലത്. ഞാൻ ഇതിലേക്ക് ലേശം ഉപ്പ് കൂടി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ശർക്കരയുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇതിലേക്ക് ലേശം ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു പുളി ഒന്ന് തിളച്ച് വന്നപ്പോഴേക്കും നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ശർക്കര, മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഒന്നായിട്ട് ആദ്യം തന്നെ ഇടരുത്, മധുരം നോക്കിയിട്ട് മധുരം കുറവുണ്ടെങ്കിൽ ബാക്കി ഇട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഞാൻ ഇതിലേക്ക് ശർക്കര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശർക്കര കുറേശ്ശെ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശർക്കര ഇതിലേക്കിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആദ്യമൊക്കെ ഞാനിങ്ങനെ ശർക്കര ഉരുക്കിയാണ് ഒഴിച്ച് കൊടുക്കുന്നത്, വെള്ളത്തിലാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ ലൂസായി ഇതിൻ്റെ ഒരു പുളിഞ്ചി നന്നായിട്ട് ലൂസാകും. പിന്നെ കുറേ നേരം ഗ്യാസുമിട്ട് ഇങ്ങനെ വറ്റിച്ചേണ്ടി വരാറുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഈ പുളി ഒന്ന് തിളപ്പിച്ച് ആ ഒരു സമയം മാത്രം മതി കേട്ടോ. നമുക്ക് ഈ പുളിഞ്ചി ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പുളിഞ്ചിയിൽ ശർക്കരയുടെ മധുരമൊക്കെ പാകത്തിന് തന്നെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാവുമ്പോൾ തന്നെ അതൊന്ന് ഓഫാക്കി കേട്ടോ. ഇനിയും കുറുകിയാൽ നമ്മുടെ ഒരു പുളിഞ്ചി നന്നായിട്ട് തന്നെ ടൈറ്റായി പോവും. ഈ ഒരു പരുവത്തിൽ, ഈ ഒരു ലൂസിലാണ് നല്ലത്. ഇനിയും കുറുകുകയാണെങ്കിൽ ഒരു മിഠായി പരുവത്തിലാണ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ലൂസ് തന്നെ ഫ്ലെയിം ഓഫാക്കാം.
അപ്പോൾ ദാ ഈ ഒരു ലൂസിൽ തന്നെ നമുക്ക് ഇതൊന്ന് ഓഫാക്കി എടുക്കണം. ഇനിയും അധികം ടൈറ്റായി പോവാതെ നോക്കട്ടോ. അപ്പോൾ ദാ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ലൊരു അടിപൊളി പുളിഞ്ചിയുടെ റെസിപ്പി തന്നെയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓണത്തിനൊക്കെ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്